കണ്ടിരിക്കാം. അടിപൊളി അടിപൊളി. ട്രെയിനോ സൂപ്പർ പടം. സൂര്യ 10 വർഷத்துக்கு മുன்னாடி பார்த்த സൂപ്പർ പടം. കങ്കോ പോലെ അടിപൊളി ഒരു പടം. കങ്കോ പോലെ സൂപ്പർ ഹിറ്റ് പടവും കങ്കോ പോലെ അടിപൊളി ഒരു പടമാണ്. സ്റ്റൈലം പടം. ജയറാമൊക്കെ ഇത്രയും കോമാളി വേഷം കെട്ടുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ആ പുള്ളിക്ക് ഇത്രയും ബോസ്ലർ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടം ഇറക്കിയിട്ട് മലയാളത്തിലുള്ള ഇത്രയും നല്ലൊരു നടൻ പോയി ഈ വക തമിഴ് പടത്തിൽ പോയി എന്ത് കഥ കേട്ടിട്ട് ആ പുള്ളി കോമാളി വേഷം ചെയ്യണം. സത്യം പറയാൻ നമുക്ക് നാണമായിട്ട് പാടില്ല. വിഷമമുണ്ട്. ഈ വക കങ്കുവയൊക്കെ പോലുള്ള കഴിഞ്ഞ സിനിമ കണ്ട് എത്ര രൂപ നഷ്ടമാണെന്നറിയാം. അതുപോലെ ഈ സിനിമയൊക്കെ സൂര്യ പോലുള്ള ഇത്രയും നല്ല മെഗാ നടനായിട്ടുള്ള ഇത്രയും കരച്ചിൽ വരാണ്. സത്യം പറയാം 12,000 രൂപ ചിലവ് ഒരു സിനിമയ്ക്ക് വരും. നമുക്ക് റിവ്യൂ പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നാലും മാനസികമായിട്ട് വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും സൂര്യൊന്നും ഇത്തരത്തിൽ ആവരുത്. കാരണം ഇത്രയും പ്രതീക്ഷകൾക്ക് ഏറ്റവും ക്ഷതമെന്നല്ല, ഇത് അടിപോലെ ഇപ്പം നമ്മളൊക്കെ തകർന്നു പോവാണ്. കാരണം പ്രേക്ഷകർക്ക് വളരെ വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും സൂര്യൊന്നും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുത്. ക്യാരക്ടറൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഥയൊക്കെ വളരെ മോശം, ഭയങ്കര വീക്കായിട്ടുള്ള സിനിമയായിട്ട് തോന്നുന്നു. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളി. നമുക്ക് എന്ത് ടൈപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല കൂട്ടുകാരാ. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വിഷമമുണ്ട്. നമുക്ക് വാടിവാസലിൽ തിരിച്ചു വരാം. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലൈക്ക് നമ്മുടെ ജീവിതത്തിൽ അതായിരുന്നു മെസ്സേജ്. ഓവറോൾ എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തത്. എനിക്കൊരു ഭയങ്കര ഒരു കാർത്തിക് സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു വൈബ് കിട്ടിയില്ല. എനിക്ക് ഇമോഷണലി അധികം കണക്ട് ആയിരുന്നു. ചിലപ്പോൾ എൻ്റെ വർഷം ആയി പടം. ജസ്റ്റ് എനിക്കൊരു ഓക്കെ മൂവി, ഒരു 1 day വാച്ചബിൾ മൂവി. എന്തായാലും കമ്പയർഡ് ടു പ്രീവിയസ് സൂര്യ മൂവി ഇത് നല്ല അടിപൊളിയായിരുന്നു. ജയറാമേട്ടൻ കോമഡി ഇതാണ്. പക്ഷെ നമ്മുടെ ജയറാമേട്ടൻ എനിക്ക് അങ്ങനത്തെ റോളിൽ കാണുമ്പോൾ ഒരു വിഷമം. ജോജു കിട്ടിയ റോൾ അടിപൊളിയായിരുന്നു കമ്പയർ ചെയ്തതാണ്. കൊള്ളാം. നല്ല കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റൈലിൽ എടുത്ത മൂവി എനിക്ക് കൊള്ളാം. സൂര്യയുടെ കമ്പു എന്ന സിനിമയുടെ ഒരു വലിയ നിരാശയ്ക്ക് ശേഷം നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. കൊള്ളാം. സൂര്യയുടെ കംബാക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചാൽ കയറി കണ്ടതെങ്കിലും ഈ ഒരു ടിപ്പിക്കൽ ഗ്യാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ്. ഗ്യാങ്സ്റ്റർ മൂവ്സിൽ എന്ത് കാണോ ആ സെയിം കഥ തന്നെ. പക്ഷേ കാർത്തിക് സുബ്രാജ് ഒരു നല്ലൊരു മേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വെറൈറ്റി എടുക്കാൻ നോക്കി. പക്ഷെ എന്നാലും രാഷ്ട്രീയം പറയണം എന്ന് നിർബന്ധം പിടിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ക്ലൈമാക്സ് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും തിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. തിയേറ്ററിന് അകത്താണെങ്കിലും ലാസ്റ്റ് കൂട്ടച്ചിരി ആയിരുന്നു. ഇതൊരു കോമഡി പടമല്ല, പക്ഷെ കോമഡി പടമായി പോകും. റെട്രോ കാർത്തിക് സുബ്രാജിന്റെ പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കിംഗ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനീഷ്യലി നല്ല അടിപൊളിയായിട്ട് തന്നെ തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് എന്തൊക്കെയോ ഗംഭീരമായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാക്കുകയും എന്നാൽ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ടോട്ടലി പടം കയ്യിൽ നിന്ന് പോയ ഒരു കോമാളികളിയായി പോയി. ശരിക്കും തിയേറ്ററിലുള്ളവരെല്ലാവരും കടന്ന് ചിരിക്കുകയായിരുന്നു. രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിലും നല്ല ബോറാവും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വൻ കോമഡി ആയിരുന്നു. കയ്യിൽ നിന്ന് ടോട്ടലി പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വെറുതെ വന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. സൂര്യ ഫാൻസിന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പുള്ളിനെ ഇങ്ങനെ കണ്ണുകൊണ്ടിരെ കണ്ടുകൊണ്ടിരിക്കാം. ജോർജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നിരാശയാണ്. കാരണം കാർത്തിക് സുബ്രാജിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു.